നമസ്കാരം. അമേരിക്കയിൽ നിന്നെത്തുന്ന ഏറ്റവും പുതിയ വാർത്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് നാലാമതും പിതാവാകാൻ പോകുന്നു എന്നുള്ളതാണ്. ജെ.ഡി. വാൻസും ഭാര്യ ഇന്ത്യൻ വംശയായ ഉഷ വാൻസും തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. തങ്ങളുടെ കുടുംബത്തിലേക്ക് നാലാമത് ഒരു അതിഥി കൂടി ഉണ്ടാകുന്നു എന്നുള്ള വാർത്ത ഏറെ ആഹ്ലാദത്തോടു കൂടിയാണ് അവർ പങ്കിട്ടത്. അമേരിക്കയിലെ വിഖ്യാതമായ നിയമ സർവകലാശാലയായ യേൽ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളായിരുന്ന കാലത്താണ് ഇന്ത്യൻ വംശയായ ഉഷയും ജെ.ഡി. വാൻസും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ജെ.ഡി. വാൻസ് ആകട്ടെ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അതേസമയം ഉഷയാകട്ടെ വിദ്യാഭ്യാസപരമായി വളരെ ഔന്നത്യം പുലർത്തുന്ന ഉന്നത പദവിയിലുള്ള ഇന്ത്യൻ വംശജരായ ദമ്പതികളുടെ മകളുമായിരുന്നു. ജെ.ഡി. വാൻസിന് പിന്നീട് ഉന്നതമായ സദസ്സുകളിലൊക്കെ തന്നെ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിഞ്ഞത് ഉഷയിൽ നിന്നാണ് എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇക്കാര്യം ഇവർ തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇത് രണ്ടാം തവണയാണ് അമേരിക്കയുടെ ഒരു വൈസ് പ്രസിഡന്റ് ആ പദവിയിലിരിക്കുമ്പോൾ പിതാവാകാൻ പോകുന്നത്. ഷൂലർ കോൾഫോക്സ് 1870 അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പിതാവായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജെ.ഡി. വാൻസാണ് ആ പദവിയിലിരിക്കുമ്പോൾ അച്ഛനാകാൻ പോകുന്നത്. ഏതായാലും ജെ.ഡി. വാൻസിനെ വിഷയം സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈയിടെ പല ഗോസിപ്പ് കോളങ്ങളിലും ഇവർ പിരിയാൻ പോവുകയാണ്, ഇവരെ വിവാഹബന്ധം തകരാറിലാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് അവർ ചൂണ്ടിക്കാട്ടിയ കാരണം ഉഷ വിരലണിഞ്ഞിരുന്ന വിവാഹമോചനം ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഉഷ വാൻസിൻ്റെ ഓഫീസ് പിന്നീട് വ്യക്തമാക്കിയത് ഇതിനുള്ള പ്രധാന കാരണം ഉഷ ഈ 3 കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനുള്ള വല്ലാത്ത തിരക്കിലാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവരെ നന്നായി പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ധൃതിയിൽ ജോലി ചെയ്യുന്നത് കാരണം മോതിരം ധരിക്കാൻ മറന്നു പോകുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇതൊരു പരിധിവരെ ശരിയാണ് എന്നാണ് ഇപ്പോൾ ഇക്കാര്യം തെളിയിക്കുന്നത്. ഏതായാലും ജെ.ഡി. വാൻസും ഭാര്യയും അമേരിക്കയിലെ മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ തന്നെ നന്ദി അറിയിച്ചിട്ടുണ്ട്. കാരണം തൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായി പരിരക്ഷിക്കുന്നതിൽ അവർ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടിയാണ് പെരുമാറുന്നത് എന്നാണ് ഉഷയും വ്യക്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂൺ മാസത്തിലായിരിക്കും ഉഷ പ്രസവിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കുട്ടി ആണാണ് എന്നാണ് ഇപ്പോൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വിവരം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല എങ്കിൽ പോലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊന്നും അതൊരു പ്രശ്നമുള്ള കാര്യമല്ലാത്തതിനാലായിരിക്കാം ഇപ്പോൾ തന്നെ ഇതൊരു ആൺകുട്ടി ആയിരിക്കും എന്നുള്ള കാര്യം അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനിടെ നേരത്തെയും ജെ.ഡി. വാൻസ് മറ്റൊരു വിവാഹത്തിൽ ചെന്നപ്പെട്ടിരുന്നു. അത് ഈയിടെ കൊല്ലപ്പെട്ട ചാർലി കിർക്കിൻ്റെ ഭാര്യ എറീക്കയുമായി ബന്ധപ്പെട്ടായിരുന്നു. ചാൾസിൻ്റെ മരണത്തിന് ശേഷം ഒരു പൊതുവേദിയിൽ വെച്ച് ജെ.ഡി. വാൻസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എറീക്കയെ ഗാഢമായി കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ചിത്രവും പിന്നീട് പപ്പരാസികൾ വലിയ തോതിൽ വിവാദമാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നവർ തമ്മിൽ പ്രണയത്തിലാണെന്നും ഉഷയെ ഉപേക്ഷിച്ചതിന് ശേഷം ജെ.ഡി. വാൻസ് വരെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള അപഖ്യാതികൾ അന്നും പരന്നിരുന്നു. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ ദമ്പതികൾ ഇപ്പോൾ തങ്ങൾ നാലാമതും അച്ഛനമ്മമാരാകാൻ പോകുന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കമൻറ്റ് എന്തായിരിക്കുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏത് വേദിയിൽ എന്ത് വിളിച്ച് പറയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ തൻ്റെ വൈസ് പ്രസിഡന്റ് നാലാമതും പിതാവാകാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ജെ.ഡി. വാൻസിന് 41 വയസ്സാണ് പ്രായം, ഉഷയ്ക്ക് 40. 2014 ഇവർ വിവാഹിതരായത്. ഒരു ഗ്രാമപ്രദേശത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നിരുന്നത്. മാത്രമല്ല അന്ന് ഉഷയും വാൻസും ധരിച്ചിരുന്നത് ഇന്ത്യൻ വസ്ത്രങ്ങളായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ അക്കാലത്ത് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഏതായാലും നാലാമത് അച്ഛനമ്മമാരാകാൻ പോകുന്ന വാൻസ് ദമ്പതികൾക്ക് എല്ലാ ആശംസയും നേരുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ ജനത.